ഇനി നമുക്ക് വാൽക്കഷണം. വാൽക്കഷണം. ഇത് ഹിന്ദു പത്രത്തിന് അഭിമുഖം കൊടുത്തതുകൊണ്ടുണ്ടായ പൊല്ലാപ്പ് ചില്ലറയല്ല. വൈകുന്നേരം ആയപ്പോഴേക്കും കഥയാകെ മാറി. അപ്പോഴേക്കും പലതും സംഭവിച്ചു കഴിഞ്ഞു. കാണാം നമുക്ക്. എം അഫ്സൽ തയ്യാറാക്കിയ വാൽക്കഷണം. അല്ല സഖാവേ, പിണറായി എന്തോ ഇംഗ്ലീഷ് പത്രത്തിൽ എന്തോ പറഞ്ഞു എന്ന് പറയുന്നുണ്ടല്ലോ. ഈ ഒന്ന് വായിച്ചാ. ഇത് ഇംഗ്ലീഷിൽ തന്നെ. അത് ഇംഗ്ലീഷാണെന്ന് ഇപ്പോൾ കണ്ടറിഞ്ഞൂടെ? അത് ഈ പറഞ്ഞു തരണോ? മൂപ്പരെന്തായാലും പറഞ്ഞതെന്ന് പറയാൻ എന്നോട് പറഞ്ഞത്. ഇതിപ്പോൾ പണ്ടൊരാൾ പറഞ്ഞ മാതിരിയായല്ലോ. അക്ഷരാഭ്യാസമുള്ള ഒരൊറ്റ ഒന്നല്ലേ നിങ്ങളെ പാർട്ടിയിൽ? അല്ല, ഞാൻ പറയൂ. അല്ല സഖാവേ, മുഖ്യമന്ത്രി എന്താ ഇംഗ്ലീഷ് പത്രത്തിൽ പറഞ്ഞേ? മൂപ്പര് മലയാളത്തിൽ പറഞ്ഞതിന് തന്നെ ഇവിടെ മറുപടി കൊടുക്കാൻ പറ്റണില്ല. മനുഷ്യനൊരു ചായ കുടിക്കാൻ പുറത്തിറങ്ങാൻ പറ്റണില്ല. അപ്പോഴാണ് മൂപ്പര് ഇംഗ്ലീഷിലൊരു പറച്ചിൽ. ഈ ബ്രാഞ്ച് കമ്മിറ്റി അംഗമല്ലേ, തൽക്കാലം മലയാളത്തിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ അതിന് മറുപടി കൊടുത്താൽ മതി. ഇവിടെ ഇംഗ്ലീഷിൽ പറയുന്നതിന് വിശദീകരണം കൊടുക്കാനേ ദേശീയ നേതാക്കളൊക്കെ ഉണ്ട് കേട്ടാ. തൽക്കാലം ഇപ്പോൾ ഈ ബ്രാഞ്ചിലുള്ള പണികളൊക്കെ എടുത്ത് അവിടെ അടങ്ങി ഒതുങ്ങി നടക്ക്. അല്ല, ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് ഇങ്ങനെ പറയാം. ഞങ്ങളാണ് ഇവിടെ ഈ നാട്ടുകാരുടെ ഇടയിൽ കൂടി ഇറങ്ങി നടക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ അൻവറിനെ കൊണ്ട് ഒരു സ്വൈര്യമില്ല. അപ്പോഴാണ് മൂപ്പര് ഇംഗ്ലീഷിലൊരു വർത്താനം. അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് പാർട്ടി സെക്രട്ടറി ഒക്കെ വേറെ. ഒന്ന് SDP ആണ്, മലപ്പുറത്ത് അതിന് ക്ഷാമമില്ലല്ലോ. മറ്റൊന്ന് ജമാഅത്ത് ഇസ്ലാമിയാണ്. ഇപ്പം നിൽക്കുന്ന ഘടകം ബ്രാഞ്ചാണ്. അവിടുന്ന് ഇനി തരം താഴ്ത്താൻ വേറൊരു ഘടകമില്ല. നേരെ എടുത്ത് പുറത്തോട്ടിടും. അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ സംസാരിച്ചോ. ഇതൊക്കെ ഇവിടെ റെക്കോർഡാണ്. ആ പരിപ്പ് നടക്കൂല സഖാവേ. ഫോൺ റെക്കോർഡ് ചെയ്യൽ ചെറ്റത്തരാണെന്ന് അൻവറിനോട് മുഖ്യമന്ത്രി പറഞ്ഞേക്കണ്. നിങ്ങൾ വേണ്ടാത്ത വ്യാഖ്യാനത്തിനൊന്നും പുറപ്പെടണ്ട. അൻവറിനെ കൊണ്ട് ആകെ ഒരു ഗുണമുണ്ടായത് ഈ ഫോൺ റെക്കോർഡിൻ്റെ കാര്യത്തിലാണ്. ആ ഒരു മേൽ കമ്മിറ്റിക്ക് പരാതി കൊണ്ട് പോകില്ലല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ ക്ലാരിഫിക്കേഷൻ ഇപ്പോൾ പറയേണ്ട ആളുകൾ നമ്മളല്ല. മുഖ്യമന്ത്രി എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ള മുഖ്യമന്ത്രിയോട് തന്നെ ചോദിച്ചാൽ മതി. എന്താ പറഞ്ഞത്? നിങ്ങളെ നേതാക്കന്മാർക്ക് പിടി കിട്ടിയിട്ടില്ലെങ്കിലും CPIക്കാർക്ക് കാര്യം തിരിഞ്ഞിരിക്കണ്. ഓലേതായാലും കൈ കൈകിയ മട്ടാണ്. അല്ല, നിങ്ങളെ ബന്ധക്കാരും ഇല്ലേ ഇതിന് മറുപടി പറയാൻ? ഒരു തരത്തിലും ഏതെങ്കിലും ഒരു പ്രദേശത്തിനെ മോശമാക്കുന്ന ഒരു നിലപാട് കൈക്കൊണ്ടിട്ടില്ല. നമുക്ക് വളരെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതൊരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമാണ്. മലപ്പുറം പരാമർശം വിവാദമായതിന് പിന്നാലെ ദ ഹിന്ദു ദിനപത്രത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കത്ത്. ഇനിയിപ്പോൾ ഈ കത്തിൽ എന്താന്ന് ഏത് നേതാവിനോട് ചോദിച്ചിട്ടാണ് മനസ്സിലാക്കുക? അതും ഇംഗ്ലീഷിൽ തന്നെ.